ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചു. അനുമോള് കപ്പും കൊണ്ടുപോയി. എന്നിട്ടും അനുമോളോടുള്ള പ്രതിഷേധം തീരാതെ പല മത്സരാർത്ഥികളും വീണ്ടും സോഷ്യൽ മീഡിയകളിൽ അനുമോൾക്കെതിരെ ഡേർട്ടി ഗെയിം PR കൊണ്ട് ജയിച്ചു, നല്ലൊരു വ്യക്തിത്വം ഇല്ലാത്ത മത്സരാർത്ഥി വിന്നറായി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഗെയിം റിയാലിറ്റി ഷോ ആണ്. നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണെങ്കിൽ ഒരിക്കലും സാബു മോനോ അഖിൽ മാരാറോ ജിൻഡോ എന്ന് ബിഗ് ബോസിന്റെ വിന്നർ ആകില്ല. പിന്നെ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 100 ദിവസത്തെ ഏകാന്ത താണ്ടി ജയിക്കുന്നത് ആരാരോ എന്ന്. ഏകാന്തത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും, നമ്മൾ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞ പല കാര്യങ്ങളും ഗെയിമിന് വേണ്ടി എടുത്തിരുന്ന പല മത്സരാർത്ഥികളുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഏകാന്തതയിലൂടെയാണ് ആ വീട്ടിൽ കടന്നു പോകുന്നത് എന്നുള്ളത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മെന്റലി ഫിസിക്കൽ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥ. അത് മാത്രമല്ല, വാഴുന്നവരാരോ വീഴുന്നവരാരോ. ബിഗ് ബോസിന്റെ മധ്യഘട്ടത്തിൽ പല മത്സരാർത്ഥികളും ഇമോഷണലി കൺട്രോളിൽ പോയി അവരുടെ കയ്യിൽ നിന്ന് വന്ന പല പ്രശ്നം കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഡോക്ടർ രജിത് കുമാർ, അതേപോലെ തന്നെ ഡോക്ടർ റോബിൻ, റോക്കി, ജാസ്മിൻ എം മൂസ. ഈ സീസണിൽ നെവിൻ പോലും ബിഗ് ബോസിൽ നിന്നും കൺട്രോൾ വിട്ട് പുറത്തു പോന്നിരുന്നു. ഇത്തരം മത്സരാർത്ഥികൾ വീഴുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ വരുന്ന പ്രതിസന്ധികളെ വളരെ വ്യക്തമായി തന്മയത്വത്തോടു കൂടി ഇമോഷണൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ തന്നെയായിരിക്കണം. അവരാണ് മൈൻഡ് ഗെയിമേഴ്സ്, അവരാണ് ബിഗ് ബോസിന്റെ വിന്നർ ആവേണ്ടത്. അത്തരത്തിൽ വിന്നറായ മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ. വന്ന പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അനീഷിന്റെ പ്രണയാഭ്യർത്ഥനയും അതുപോലെ തന്നെ റീ എൻട്രി സമയത്ത് വന്ന മത്സരാർത്ഥികൾ കൊടുത്ത വലിയ പ്രഷറും താങ്ങാനാവാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ പോലും വളരെ ഇമോഷണൽ കൺട്രോൾ ആയിട്ട് അനുമോൾ അതിനെ ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിന്നർ ആകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഈ സീസണിൽ അനുമോൾ തന്നെയാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യും.